ഓടാലവലാതി എന്താ പറഞ്ഞത് മനസ്സിലായോ? അവൾ കന്യകയല്ല എന്ന് വെച്ചാൽ അവൾ അങ്ങനെ അഴിഞ്ഞാടി ജീവിക്കുന്ന സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീ ആ തെളിവ് വെച്ചില്ലെന്ന്. സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നില്ല. ആ ഇന്റർകോഴ്സ് നടന്നില്ലേ അതിനകത്തുനിന്ന് വജൈനയിൽ നിന്ന് ഈ സ്പാം എടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. ബട്ട് അവിടെ നടന്നത് അതിഭീകരമായ പീഡനം തന്നെയാണ്. ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇവൻ മുഖത്തേക്ക് ഇത് തള്ളിക്കയറ്റി കൊടുക്കുന്നു. ആ തള്ളിക്കയറ്റി കൊടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു. കൂട്ടം കൂടി നിന്ന് ആർത്തട്ടഹസിച്ച് അവളുടെ വിവസ്ത്രയാക്കി ആ വീഡിയോസ് എടുക്കുന്നു. അവൾ കരഞ്ഞി കാല് പിടിച്ച് അവനോട് പണം കൂടുതൽ തരാൻ ചെയ്യരുതെന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ വളരെ വൾഗറായി അവളെ അങ്ങനെ ചെയ്യുന്നു. ഒരുത്തനെ ചെയ്തുള്ളൂ. അവനെ അല്ലാതെ ബാക്കിയുള്ളവരെ മുഴുക്കെ എടുത്ത് എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ് കൊടുത്തത് അതിന്റെ ഡെപ്ത് മനസ്സിലായതുകൊണ്ടാണ്. ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ തെളിവായിട്ട് തന്നെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കിട്ടിയ ആകെ ഒരു സംഗതി. ബാക്കി ഇവരൊക്കെ കൊടുത്ത സാധനങ്ങളൊക്കെ ഫേക്കാണ്. അതിനകത്ത് ആ സബ്മിറ്റ് ചെയ്ത ആ ഇതുപോലും വീണ്ടും വീണ്ടും എടുത്ത് പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പീറ്റഡ്ലി പരാതി പറയുന്ന കണ്ടില്ലേ? ഇതിനകത്ത് ഈ ആരാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി? ആ പെൺകുട്ടിയാണോ? അവക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി. രാത്രി ഇറങ്ങിപ്പോയത് കൊണ്ടാണോ എനിക്കിത് സംഭവിച്ചത്? എൻ്റെ അച്ഛൻ മരണപ്പെട്ട് എൻ്റെ ഒപ്പം വരാൻ ആളില്ലാത്തതുകൊണ്ടാണോ എനിക്കിത് സംഭവിച്ചത്? അവക്ക് തന്നെ കൺഫ്യൂഷൻസിന്റെ മേളിൽ കൺഫ്യൂഷനാ. എന്താണിത്? എങ്ങനെ? ഞാൻ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു? ഞാനിത് കേൾക്കാൻ അർഹയാണോ? ഇങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മനോവിഷമത്തിനൊരു ലിമിറ്റില്ല. ഇപ്പോഴും മാർട്ടിൻ വന്ന് പറയുന്നു അല്ല അവള് ചതിക്കാൻ വേണ്ടി ലാലിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇത് ചെയ്തു എന്ന്. നമ്മൾ അന്നൊക്കെ കണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനാണെങ്കിൽ അവൾക്ക് ഈ ഒരു വൾഗാരിറ്റി ഇത്രയും പേരെടുത്ത് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നൊരു കാര്യം, മേ ബി ഈ വജൈനൽ ഇൻസൾട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവൾ ഓവർകം ചെയ്തത്. മറ്റത് എന്തോ ആണ് എന്ന് കരുതി മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അല്ലാച്ചാൽ ഈ കുട്ടിക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അവൾ ആ ഒരു ഡ്രോമയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവൾ അനുഭവിക്കുന്ന മാനസിക വിഷമം അവൾക്ക് മാത്രമേ അറിയുള്ളൂ. പബ്ലിക്കായിട്ട് അവൾ വരുന്നുമുണ്ട്, എല്ലാവരോടും മീറ്റ് ചെയ്യുന്നുമുണ്ട്. അവൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഇതുകൊണ്ട് കിട്ടിയെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? മരണം വരെ അവളുടെ പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാതെ ആരാണെന്ന്. ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അല്ലേ? വീണ്ടും 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 അവളെപ്പറ്റി മോശം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പീറ്റഡ്ലി ആ പെൺകുട്ടിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിലെ ലാഭം? ആർക്കാണ് ഇതിനകത്ത് ലാഭം? അതിജീവിതയാണ്. അവളെ പേരുച്ചരിക്കുന്നതിന് തെറ്റാണ്, പറയാൻ പാടില്ല. ഇപ്പോൾ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല, അവളുടെ മോതിരമില്ല, അവരുടെ എൻഗേജ്മെന്റ് നടന്നിട്ടില്ല. അവർ തമ്മിലുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. മഞ്ജു ആരുടെ കൂടെ ഓടി? മഞ്ജു മഹാമോശമാണ്, മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടറാണ് ഇതിന്റെ കാരണക്കാര്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇവളും എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. എന്തൊക്കെ വൾഗാരിറ്റിയാ പറഞ്ഞുണ്ടാക്കുന്നത്? ആർക്ക് നഷ്ടം? അവൾ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ കൃത്യമാണ്. ഞാനാണ് നിന്റെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മതിയെന്ന്. നിങ്ങൾക്കറിയുമോ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി